ഹെയർ ഗ്രോത്ത് സഡൻ ആയിട്ട് ഇൻക്രീസ് ആയി. നമ്മൾ ഡയറ്റിൽ ചേഞ്ചസ് ഒന്നും വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല എങ്കിൽ നമ്മളുടെ ഹെയർ ഫോളിന് അല്ലെങ്കിൽ കാരണമായിട്ടുള്ളത് ഈ ഒരു ഘടകമാണ്. വേറൊന്നുമല്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഡിപ്പെൻസ്. അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ ആര് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ നമുക്കൊരു ഫുഡ് കാരണമോ ഫുഡ് ഐറ്റം കാരണമോ നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് സ്ട്രെസ്. നമ്മുടെ സ്ട്രെസ് നമ്മുടെ ഹെയർ ഫോളിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു ഘടകമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു ഫാക്ടർ ഇല്ലേ? നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഫോളിനെ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക നോക്കാം. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. ദിസ് ദ പാർട്ട് നമ്പർ 11. നമ്മുടെ ഹെയർ ഗ്രോ സീരീസിലെ പാർട്ട് 11 ആണ്. ബാക്കി 10 എപ്പിസോഡ്സ് 10 പാർട്ടുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫുഡിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇല്ലസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും എല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ബാക്കിയുള്ള പാർട്ടുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്ട്രെസ് ലെവലിനെ ബേസ് ചെയ്തിട്ടാണ്. സ്ട്രെസ് ലെവൽ ആൻഡ് ഹെയർ ഗ്രോത്തിനെ എങ്ങനെയാണ് രണ്ടും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി നല്ല രീതിക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും. പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ ഹെയറിനെ ബാധിക്കുന്നുണ്ട് എന്ന് ആൾക്കാർ അത്ര ബോധർ ചെയ്യാറില്ല. പക്ഷെ ഇത് നല്ല രീതിക്ക് ബോധർ ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് ഏത് ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കും വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ ഇതും അങ്ങനെയൊന്നുമല്ല. ഇത് ഏത് ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് വരുന്നതാണ്. ഇപ്പൊ കൊച്ചു കുട്ടികളായിക്കോട്ടെ, അവർക്ക് എക്സാംസ് വരുന്ന സമയത്തായിരിക്കും ഈ സ്ട്രെസ് പ്രഷർ വരുന്നത്. വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ജോബിൽ വരുന്ന പ്രഷർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസ് ആയിരിക്കും അവരെ ഒരു സ്ട്രെസ് പ്രഷറിന് കാരണം. പിന്നെ മണി, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതുപോലെ തന്നെ പ്രഷറിന് കാരണമാവാറുണ്ട്. അപ്പം ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് ഒരിക്കലും ഒരു കിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും ഇതിലെല്ലാം സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നതും ആരാണ്? നമ്മൾ തന്നെയാണ്. ഒബ്വിയസ്ലി ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും നമുക്ക് സ്ട്രെസ് ടെൻഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഉറങ്ങണ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഈ സ്ട്രെസ് കാരണം വേറെ അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇതെല്ലാം ആക്ച്വലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോ ഏതൊരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അതായത് ഭയങ്കര വലിയൊരു സങ്കടത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ടെൻഷൻ ഇപ്പൊ എക്സാംസ് ആണ്. ഒബ്വിയസ്ലി നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ എക്സാം ഫേസ് ചെയ്യണം. പിന്നെ എന്തിനാ ടെൻഷനായിട്ട് സമയം കളയുന്നത്? എക്സാം ആ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് നിങ്ങൾ എന്താണ് ഓപ്പോസിറ്റ് വേറെ ചിന്തിക്കണം. അതല്ലാണ്ട് ടെൻഷൻ അടിച്ചിരിക്കാൻ അങ്ങനെ ചെയ്യരുത്. നേരെ തിരിച്ചിട്ട് അതൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ പഠിച്ചിട്ട് എക്സാമിന് പോകാം. അതല്ലാണ്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ടെൻഷൻ അടിച്ചിട്ട് വെറുതെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയറിനും ഹെൽത്തിനും അത് നല്ല നെഗറ്റിവിറ്റി ബാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആ രീതിക്ക് കൺട്രോൾ ചെയ്യുക. ഇപ്പൊ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മളാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. വേറെ ആൾ വന്നിട്ട് നമ്മളെ സ്ട്രെസ് റിലീഫ് ആക്കുന്ന സമയത്തും ചിലപ്പോൾ ഒരു ടെമ്പററി റിലീഫ് കിട്ടും. പക്ഷെ ഒരു പെർമനന്റ് റിലീഫ് വേണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. ഹെയറിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതുകൊണ്ട് പറയുകയാണ്. ആക്ച്വലി ഇത് നമ്മളെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ഹെയർ സൈക്കിൾസിനെ നല്ല രീതിക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഹെയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾ, ഇപ്പൊ ഞാൻ പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോ ഹെയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഹൈ പ്രഷറിൽ അട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹെയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രഷർ കളയാന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ആ പ്രഷറിനെ നിങ്ങൾക്ക് കുറച്ച് മിനിമൽ ആക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ശ്രമിച്ചു നോക്കാന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഓരോരുത്തരുടെ പ്രഷർ ലെവലും വേറെ ലെവലായിരിക്കും. ചിലപ്പോൾ വളരെ ചെറിയൊരു കാര്യത്തില് പെട്ടെന്ന് ടെൻഷൻ ആവുന്ന കുറച്ചുകൂടി പാനിക് ആവുന്ന ആൾക്കാരുണ്ടാവും. അതല്ല ഭയങ്കര പാനിക് സിറ്റുവേഷനിൽ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വേ എന്ത് ചെയ്യുക? അത് ആ രീതിക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നോക്കാം. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം സ്ട്രെസ് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹെയറിനെ ബാധിക്കുക എന്ന് പറയുന്നത് അതിലൊരു ഹോർമോൺ ജനറേറ്റ് ആവുന്നുണ്ട്. അതായത് കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ജനറേറ്റ് ആവുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ഹെയറിനെ ബാധിക്കുന്ന എങ്ങനെയാന്ന് പറയുന്ന സമയത്ത് ശരിക്കും ഒരു ഹോർമോൺ വേരിയേഷൻ ആണ് സംഭവിക്കും. അതായത് നമ്മൾ ഹൈ പ്രഷറിന് ഹൈ ടെൻഷൻ അട്ടറിലേക്ക് പോണ സമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അവിടെ ജനറേറ്റ് ആവും. കോർട്ടിസോൾ ഹോർമോൺ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഷെഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. അതായത് ഹെയർ ഷെഡിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ അതായത് കൊഴിഞ്ഞു പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല, അതിലേക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യും? ആ ഹോർമോൺ നമ്മുടെ സ്കാൽപ്പിനെ ഹെയറിനെ പുഷ് ചെയ്യും. അങ്ങനെയാണ് സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുക, കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. ആക്ച്വലി നിങ്ങൾ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസ് വരുന്നുണ്ട്. ആ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് എന്താവുന്നത്? അതായത് പുതിയൊരു ഹോർമോണാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഹോർമോൺ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഹെയർ ഷെഡിങ് കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആക്ച്വലി ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് ഹെയർ ഫോൾ ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സൈൻ. അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന പില്ലോ അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിലുള്ള ആ ഒരു അഴുക്ക് നിൽക്കുന്ന സ്ഥലമില്ലേ അവിടെ, പിന്നെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കാണുന്ന ഒരു സിറ്റുവേഷൻ. നമ്മൾ ചിലർക്ക് ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ മുടി ഈരുന്ന സമയത്ത് മാത്രമല്ല ഉണ്ടാകുന്നത്. അതിലൊരു അളവ് വെച്ചിട്ടാണ് നമ്മൾ നോർമൽ ആണോ അബ്നോർമൽ ആണോ തീരുമാനിക്കുക. പക്ഷേ ഈ സ്ട്രെസ് കാരണമുള്ള ഹെയർ ഫോൾ ആണെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ സ്ഥലത്തും നമ്മുടെ ഹെയർ കാണും. അതായത് ഉറങ്ങുന്ന പില്ലോയില്, ബെഡില്,
ബാത്റൂമില്, വാഷ് ബേസിനില് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഹെയറിന്റെ സാന്നിധ്യം കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ സ്ട്രെസ് ലെവൽ നല്ല മുടിയായിരിക്കും. ഇതുവരെ അത്ര ഹെയർ ഫോൾ ഫേസ് ചെയ്യാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഹെവി ആയിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും. ബിക്കോസ് നിങ്ങൾ സ്ട്രെസ് ലെവൽ കൂടുകയാണോ കുറയാണോ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഹെയർ ഫോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം നിങ്ങൾക്ക് സ്ട്രെസ് ലെവൽ കൂടിയത് കൊണ്ടായിരിക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഇന്നലെ എക്സാം ഉണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് നമുക്ക് സ്ട്രെസ് കൂടിയിട്ട് ഹെയർ ഫോൾ കാണത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ഹോർമോൺ ജനറേറ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഉണ്ടാവുക. അതായത് ഒരു സ്ട്രെസ് സാധനങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട്, അത് നമ്മൾ സ്ട്രെസ് ഒരു ദിവസം സ്ട്രെസ് എടുത്തത് എന്ന് കരുതി നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ടില്ല, ഒരു മാസം, ഒരാഴ്ച ഒക്കെ നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രെസ്സിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് ഒരു മാസത്തിനുള്ളിൽ കിട്ടും. അതായത് ഒരാഴ്ച നിങ്ങൾ ടെൻഷൻ അടിച്ചു, സ്ട്രെസ് അടിച്ചു എന്ന് കരുതിയിട്ട് അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അത് ഒരു 2 to 3 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഹെവി ആയിട്ട് ഹെയർ ഫോൾ ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 3 മാസം മുന്നേ ടെൻഷൻ അടിച്ചു എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ടെൻഷൻ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ ഹെൽത്തിന് വല്ലാതെ ബാഡ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും. നമ്മുടെ ഹെയറിന് അത് നല്ല രീതിക്ക് മോശമായിട്ട് ഉണ്ടാവും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ അത് റിയലൈസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കാം. കോമൺ ആയിട്ട് സ്ട്രെസ് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഫുഡ് ഇൻടേക്ക് കുറയ്ക്കും. ആ സമയത്ത് സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് വല്ലാണ്ട് കുറയും. പിന്നെ ആ സമയത്ത് നമ്മൾ പ്രോപ്പർ ഡയറ്റ് ഒന്നും കീപ്പ് ചെയ്യില്ല, എന്തെങ്കിലും കഴിച്ചിട്ടാൽ മതി എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും വരിക. പിന്നെ ഈ ഹെയർ ഫോൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു സ്ട്രെസ് കാരണമാണെന്ന് മനസ്സിലാക്കാതെ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ചെയ്യണം, അല്ലെങ്കിൽ മുടിയുടെ അളവ് നല്ല രീതിയിൽ വെട്ടി കുറയ്ക്കണം, ഇത്ര അളവുള്ള മുടി ഞാൻ ഇങ്ങനെ വെട്ടുവാണ്. ഹെയർ ഫോൾ അല്ലേ എന്തിനാ തൈല മുടി ഉണ്ടാക്കുന്നത്, അപ്പൊ ചെറിയ മുടിയാണ് നല്ലത്. പിന്നെ ഹെയർ ഫോൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ മാറ്റി പരിശോധിക്കുക. അതൊക്കെയാണ് ഈ സ്ട്രെസ് കാരണം ഹെയർ ഫോൾ ഉണ്ടാകുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ മിസ്റ്റേക്സ് ചെയ്യാതിരിക്കുക. അതായത് നമുക്ക് സ്ട്രെസ് ലെവൽ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് പോകുക. അതല്ലാണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് എന്ന സിറ്റുവേഷൻ ഒരിക്കലും ഒളിച്ചോടാൻ വേണ്ടി പറ്റില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്ന രീതി എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാം, സ്ട്രെസ് കാരണം വരുന്ന ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഒരിക്കലും പെർമനന്റ് ഹെയർ ഫോൾ അല്ല, അതൊരു ടെമ്പററി ഹെയർ ഫോൾ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്ട്രെസ് കാരണമാണ് എനിക്ക് ഹെയർ ഫോൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ടെമ്പററി ആണ്. അതൊരു പെർമനന്റ് ഹെയർ ഫോൾ ആയിട്ട് നിങ്ങൾ ഒരിക്കലും കണക്കാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല നിങ്ങൾ ഹെയർ ഫോൾ ഫേസ് ചെയ്തത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഈ ഒരു സ്ട്രെസ്, ടെൻഷൻസ് അല്ലെങ്കിൽ പ്രഷർ ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നത്. ആ ഒരു സ്ട്രോങ് ആളായതുകൊണ്ടാണ് എന്ത് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഫേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആണ്, ബോൾഡ് ആണ്, പക്ഷെ ഇന്നറിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ, വേരിയേഷൻ. ആ വേരിയേഷൻ നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്താൽ മതി. അതല്ലാണ്ട് നിങ്ങൾക്ക് അതിന് വേറെ സപ്ലിമെന്റ്സിന്റെ അല്ലെങ്കിൽ ഒന്നിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എങ്ങനെയാണോ അത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അത് സെറ്റ് ആക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇതിൽ എനിക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ ആദ്യത്തെ ഹെയർ ഗ്രോത്ത് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്റെ ഹെയർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയ സ്ഥലത്തൊന്നും നല്ല രീതിക്ക് വർക്ക് പ്രഷർ ഒക്കെ വന്ന സമയത്ത് തന്നെയാണ് ഞാൻ എന്റെ ഹെയർ റീബിൽഡ് ചെയ്തെടുത്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോയിൽ. അതെങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എന്റെ സ്ട്രെസ് ബാസ്റ്റർ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്ട്രെസ്സിനെ മൈൽഡ് ആക്കാൻ വേണ്ടി ചെയ്തിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാം. അങ്ങനത്തെ ഒരു ഹെൽപ്പ് എനിക്ക് ഇതിൽ ചെയ്തു തരാൻ വേണ്ടി പറ്റും. ഡയറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല, അതിൽ മിസ്റ്റേക്സ് ഒന്നും വരുത്തുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. ഡയറ്റ് ഇതുവരെ പ്ലാൻ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എന്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രെസ് ബാസ്റ്റേഴ്സ് എന്തൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹെയറിനും ഹെൽത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.